نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധികൾ അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലൂടെ തോന്യാസികളായി ജീവിച്ച് മുമ്പോട്ട് പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് ഗുണപാഠമെന്നോണം നമ്മെ ശിക്ഷിക്കുമെന്ന ഭയപ്പാടോടുകൂടി ജീവിതം ക്രമീകരിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ പരിചയമുള്ള ചില ആയത്തുകളാണ് നമ്മൾ കേട്ടത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നിർവഹിച്ച ആദ് ഗോത്രത്തെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്ന ചരിത്രപാഠം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ ചരിത്രം നിങ്ങൾ പഠിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത്, അതല്ല നിങ്ങളതൊന്നും ഗൗനിക്കാതിരിക്കുകയാണ്. ഇറമ ദാത്തിൽ ഇമാദ്, തൂണുകളുടെ ഉടമകളായിരുന്നവർ, വലിയ വലിയ അധികാരങ്ങളും കഴിവുകളുമൊക്കെ ഉണ്ട് എന്ന് വീമ്പ് പറയുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്ന ആളുകൾ. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഈ ലോകത്ത് അത്ര കെൽപ്പുള്ള, അത്ര ശക്തിയുള്ള, അത്ര വമ്പന്മാരായ ആളുകളെ പടക്കപ്പെട്ടിട്ടില്ല. അത്രമേൽ കേമന്മാരായി ഈ ലോകത്ത് വാണിട്ട് പോലും അവരുടെ പര്യവസാനം എന്തായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കാത്തതെന്ത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. സമൂദ് അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്. താഴ്വരകളിൽ പാറ തുരന്ന്, മലകൾ തുരന്ന് അത് വലിയ കൊട്ടാരങ്ങളായി ഉപയോഗിക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു ജനവിഭാഗം ജീവിച്ചിരുന്നു. ആ ആളുകൾ സമൂദ് ഗോത്രക്കാരായിരുന്നു. അവസാനം അവർക്ക് എന്ത് സംഭവിച്ചു എന്നും നിങ്ങളെന്താണ് ആലോചിക്കാത്തത്? ആണിയുടെ ഉടമസ്ഥനായ ഫറോവക്ക് എന്താണ് അവസാനം സംഭവിച്ചത് എന്നും അദ്ദേഹത്തിന്റെ ജഡം നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ തന്നെ ബാക്കിയാക്കി വെക്കുകയും അവിടെ പോയി നോക്കിയിട്ട് നിങ്ങൾക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ആയിരുന്നു അത്. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾക്കെന്തുകൊണ്ട് പാഠമാകുന്നില്ല? ഇവരൊക്കെ ചെയ്ത കുറ്റം എന്തായിരുന്നു? അല്ലദീന തഅഉ ഫിൽ ബിലാദ്. വലിയ അക്രമികാരികളായി, അധർമ്മം കാണിക്കുന്ന ആളുകളായി
ഒരു തരം മറ്റുള്ള ആളുകളെ അടക്കി ഭരിക്കുകയും അടിമകളാക്കി വെക്കുകയും അവരുടെ മേൽ അധീശത്വം വായുകയും ഒക്കെ ചെയ്യുന്ന വല്ലാത്ത ആളുകളായി ഇവർ മാറി. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഒരു അഹങ്കാരത്തിന്റെ മൂടിലേക്ക് നിന്നുകൊണ്ട് അവർ ഭൂമിയിൽ വലിയ 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 കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അദാബിന്റെ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ചമ്മട്ടി കൊണ്ട് ചാട്ടവാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ചൊരിഞ്ഞു. എന്നിട്ട് പടച്ചോൻ പറഞ്ഞു, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പാഠമുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിങ്ങളുടെ ഓരോ അനക്കങ്ങളെയും, നിങ്ങളുടെ ഓരോ ചിന്തകളെയും, നിങ്ങളുടെ ഓരോ വ്യവഹാരങ്ങളെയും, നിങ്ങളുടെ ഓരോ കാട്ടിക്കൂട്ടലുകളെയും കൃത്യമായി മിർസാദിൽ നിന്നുകൊണ്ട് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഒബ്സർവേഷൻ പോയിന്റ് മിർസാദ്. കൃത്യമായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹു അറിയാതെ. നിങ്ങൾ രക്ഷപ്പെടുകയില്ല. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നന്മയാണെങ്കിൽ അതിന് അള്ളാഹു നന്മയുടെ കൂലി തരും. തിന്മയാണെങ്കിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിടികൂടാതിരിക്കുകയില്ല എന്ന്. അങ്ങനെ ഈ സമുദായങ്ങളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതായി വിശുദ്ധ ഖുർആൻ പറയുന്നു. ആദ് സമുദായത്തിന്റെ മേൽ അതിശക്തമായ കാറ്റടിച്ചു വീശി സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അജാസു നഖലിൻ ഖാവിയ. വലിയ വലിയ ഈന്തപ്പനകൾ കടപുഴകി കിടക്കുന്ന പോലെ നശിച്ചു ഒടുങ്ങിയ ആ സമുദായം നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 രാത്രിയും 8 പകലും തുടർച്ചയായി കാറ്റടിപ്പിച്ചുകൊണ്ടാണ് നശിപ്പിച്ചത്. അതൊരു രീതിയായിരുന്നു അള്ളാഹുവിന്റെ. മറ്റ് സാലിഹ് നബിയുടെ സമൂദ് ഗോത്രത്തെയോ ഒരൊറ്റ ഘോരമായ ശബ്ദമായിരുന്നു. ഒരൊറ്റ ശബ്ദം, അതിലാണ് സമൂഹം നശിച്ചുപോയത്. ഉണ്ടാക്കി വെച്ചതൊന്നും, അഭിമാനിച്ചിരുന്ന ഒരു കഴിവുകളും ഒരു സാങ്കേതിക വിദ്യയും ഒന്നും അവർക്ക് ഉപകാരപ്പെട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 65-ാമത്തെ ആയത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക വിശ്വാസികൾക്ക്. വിശ്വാസികളെ നിങ്ങൾ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഹുവൽ ഖാദിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാകുന്നു. എന്തിന്? അലാ അയ്യബഅസ അലൈക്കും, നിങ്ങൾക്ക് മേൽ നിയോഗിച്ചയക്കുവാൻ, അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്നുള്ള ശിക്ഷകളെ, ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് പുറപ്പെടുന്ന ദൈവികമായ ശിക്ഷകളെ, ഔ യൽബിസകും ശിയാൻ, അല്ലെങ്കിൽ നിങ്ങളെ വിവിധങ്ങളായ ഗ്രൂപ്പുകളും കക്ഷികളുമാക്കി പിരിച്ച് ഒരു ഗ്രൂപ്പിന്റെ പീഡനം മറ്റൊരു ഗ്രൂപ്പിനെ അനുഭവിപ്പിക്കുവാനും അള്ളാഹുവിന് കഴിയും. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം സംഗതികൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് ഈ ആയത്തോതുമ്പോ കൃത്യമായി ആളുകളുടെ മനസ്സിൽ ഒരു ബേജാറോടുകൂടി വരണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പരലോകത്താണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കുന്നതിന്റെ യഥാർത്ഥ ശിക്ഷ അനുഭവിക്കുക. ആ അനുഭവിക്കുന്നതിന് മുമ്പായി വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ശിക്ഷയുടെ ചെറിയ ചെറിയ പതിപ്പുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, അത്തരം സംഗതികൾ ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇറക്കുമ്പോൾ അത് കണ്ടിട്ട്, അത് അനുഭവിച്ചിട്ട്, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആളുകളെ കണ്ടിട്ട് മറ്റുള്ള ആളുകൾ അവരുടെ തിന്മകളിൽ നിന്നും തോന്യാസങ്ങളിൽ നിന്നും സാംസ്കാരികമായ ജീർണതകളിൽ നിന്നും തിരിച്ചു വന്നേക്കാം എന്ന് അള്ളാഹുവിന്റെ കിതാബ് പറയുന്നു. അതുകൊണ്ട് വലിയ ശിക്ഷ പരലോകത്ത് നരകശിക്ഷ തന്നെയാണ്. ആ നരകശിക്ഷയെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യും. വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിമാ കസബു മാ തറക അലാ ളഹ്രിഹാ മിൻ ദാബത്തിൻ. തെറ്റ് ചെയ്തതിനെങ്ങാനും ഭൂമിയിൽ വെച്ച് പിടികൂടാനുള്ള തീരുമാനിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഇവിടെ ഒരു ജീവജാലം പോലും ബാക്കിയാവുകയില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ.
അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ തിന്മകളുടെ അതിനുള്ള ശിക്ഷ പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഒരു അജലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യൻ ചൂടും നാശത്തിലേക്ക് പോയാൽ, വല്ലാതെ അഹങ്കാരികളായി മാറിയാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തീരെയില്ലാതെയായാൽ, അള്ളാഹുവിന്റെ മതങ്ങളെ കൊഞ്ഞനം കുത്തുകയും മതവിശ്വാസികളെ ടോട്ടലി നശിപ്പിക്കുവാനുള്ള അജണ്ടകളുമായി മാത്രം മുമ്പോട്ട് പോവുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മെ ഒന്ന് ഉണർത്തേണ്ട ആവശ്യകതയുണ്ട്. ആ ഉണർത്തൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകും. ദൈവികമായ ശിക്ഷാ നടപടികൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇല്ലാതെ പോയാൽ തിന്മകളും അധർമ്മങ്ങളും തോന്യാസങ്ങളും വെടിയാൻ ഞാനും നിങ്ങളും കൂട്ടാക്കുകയില്ല. നമ്മൾ പടച്ചവനെ മറന്നുകൊണ്ട് അങ്ങനെ ജീവിക്കും. മറ്റൊരു വശം അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്തഖി ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ആശയം നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ സൂക്ഷിക്കണം. ദഅവത്തൽ മദ്ലൂമിന്റെ മർദ്ദിതന്റെ പ്രാർത്ഥനയെ, ആ മർദ്ദിതന്റെ പ്രാർത്ഥന അപ്പീലില്ലാതെ പടച്ച തമ്പുരാൻ സ്വീകരിക്കും. ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്, അള്ളാഹുവിനും ആ നെടുവീർപ്പിനിടയിൽ ഒരുപക്ഷെ അതൊരു നെടുവീർപ്പാകും. അതിന് വാക്കുകൾ ഉണ്ടാകണമെന്നില്ല. മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടുമ്പോ, മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോ, മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ചില തേങ്ങലുകൾ പ്രാർത്ഥനയായി സ്വീകരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയുടെ നടപടി സ്വീകരിക്കുകയും ചെയ്താൽ, അതുകൊണ്ട് നമ്മളെപ്പോഴും പേടിയോടുകൂടി കാണേണ്ട ഒരു സംഭവമാണത്. ദുനിയാവിൽ ഇത്തരത്തിലുള്ള ദുരന്തം, പരീക്ഷണം, എന്തു പേര് വിളിച്ചാലും ശരി, അള്ളാഹുവിന്റെ ഈ നടപടിക്രമം ആദ്യമുണ്ടാകുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിലാണല്ലോ. ആ നടപടിക്രമം മഹാനായ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് വിശ്വാസികളായ ആളുകൾ എന്തിനു മറച്ചു വെക്കണം? വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഈ തോന്യാസികളായ അള്ളാഹു എന്ന് പറയുന്ന സൃഷ്ടാവിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ജീവിക്കുന്ന ഇവരെ ലാ തദർ അലൽ അർള്, ഭൂമിയിൽ വെച്ചേക്കരുത് തമ്പുരാനെ. ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക, അവരിവിടെ ബാക്കി വെച്ചാൽ നല്ലവരായി വരാൻ പോകുന്നതിന്റെ സകല ജനങ്ങളെയും ഇവർ വഴിവേൽപ്പിക്കും. 950 കൊല്ലക്കാലം അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്ത ഒരു ജനത നീണ്ട അത്രയും വർഷം ധിക്കാരികളായി അള്ളാഹുവിന്റെ ഒരു പ്രവാചകനെ പരിഹസിക്കുകയും കളിയാക്കുകയും കുത്തുവാക്ക് പറയുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോ അവസാനത്തിൽ ഒരു പ്രവാചകന്റെ മനസ്സിൽ നിന്ന് ആ അക്രമത്തിന്റെ ഫലമായി പോയ പ്രാർത്ഥനയാണത്. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. ഫാജിറുകളും കഫാറുകളും മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ കേട്ട പോലെയുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകി. അതിന് നമ്മൾ തൂഫാൻ എന്ന് പേരിട്ട് വിളിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റായി അന റബ്ബുക്കുമുൽ ആല എന്ന്, ഞാൻ ആണ് ദൈവം എന്ന റോളിൽ മേലോട്ട് കയറി നിന്നു. ഇസ്രായേല്യരായ ജനവിഭാഗത്തിൽ പിറക്കാൻ പോകുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയണമെന്ന് വിധിയുണ്ടാക്കി ഒരു ജനതയെ അങ്ങനെ തന്നെ നശിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. അത് നടപ്പിലാക്കി വല്ലാത്തൊരു കിരാതമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഫിറഔൻ. ആ ഫിറഔനതിൽ വഖാല മൂസ റബ്ബന ഇന്നക അതൈത ഫിറഔൻ വമൽഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. മൂസാ നബിയുടെ വേദന ഇങ്ങനെ വാചകങ്ങളായി വന്നു. അല്ലാഹുവേ, ഈ ദുനിയാവിൽ സ്വത്തുക്കളും അതുപോലെ തന്നെ ഫറോവയുടെ കൂട്ടാളികൾക്കും ഐഹിക ജീവിതത്തിൽ പ്രൗഢിയും പണവും അധികാരവും ഒക്കെ നീ നൽകിയിരിക്കുന്നു. ഞങ്ങളെ നിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനാണ്, ജനങ്ങളെ നിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനാണ് അതൊക്കെയും ഉപയോഗിക്കുന്നത്. പടച്ച തമ്പുരാനെ, അവരുടെ സമ്പത്ത് നീ നശിപ്പിച്ചു കളയണമേ.
നോവേറിയ വേദനയേറിയ ശിക്ഷ കാണും വരെ വിശ്വസിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകളെ കടുത്തതാക്കി തീർക്കണമേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്ന് എനിക്കോ നിങ്ങൾക്കോ എതിരിൽ വന്നാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂലേ? ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾക്കെതിരിൽ വന്നാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂലേ? അങ്ങനെയുള്ള സംഗതികൾ നമ്മളിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ കുറേയുണ്ട്. 1942 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയ ആ നാൾ മുതൽ അവിടെ ഉണ്ടായിരുന്ന ആദിമവാസികളായ എത്ര ആളുകളെയാണ് നാടുകടത്തുകയോ കൊന്നുകളയുകയോ ചെയ്തത്. അവിടെ നിന്നിങ്ങോട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിരോഷിമയും നാഗസാക്കിയും ലോകത്തിന് എങ്ങനെ മറക്കാനാവും? അങ്ങനെ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. UN സെക്യൂരിറ്റി കൗൺസിൽ ഇസ്രയേലിനെ എതിർത്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട 49 പ്രമേയങ്ങളാണ്. ഞങ്ങളാണ് ലോകത്തെ വലിയേട്ടന്മാരെന്ന ഭാവത്തിൽ ആ രാജ്യം വീറ്റോ ചെയ്തു കളഞ്ഞത് 49 പ്രാവശ്യം. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന 4 സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളാണ് ഞങ്ങളാണ് വലിയേട്ടന്മാരെന്ന നിലയിൽ വീറ്റോ ചെയ്തു കളഞ്ഞത്. ഇത്രമേൽ ഇങ്ങനെ പോകുമ്പോ പോരാ, സെപ്റ്റംബർ 11 മറപിടിച്ച് അധിനിവേശ സേന അമേരിക്കൻ അധിനിവേശ സേന ഇറാഖിൽ കൊന്നു തള്ളിയത് 4,08,000 സിവിലിയന്മാരെയാണ്. 4 ദശലക്ഷത്തോളം ആളുകൾ പരോക്ഷമായി കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക്. ഇതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ ആളുകൾ വെക്കുന്ന കണക്കുകളാണ്. 2261 ട്രില്യൺ ഡോളർ ചെലവാക്കി 2001 മുതൽ അഫ്ഗാനിസ്ഥാനിലെ നരനായാട്ടിൽ 2,41,000 ആളുകൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, അധികാരം കിട്ടിയാൽ ഭൂമിയിൽ മുഴുക്ക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, കൃഷി നശിപ്പിക്കുക, വംശീയ നാശങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള അവസ്ഥയുണ്ടാകുന്നു. അള്ളാഹ്ക്ക് ഇടപാട് ഇഷ്ടമല്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തന്നെ ചെയ്യുക. ഇന്നൽ ഇൻസാന ലയത്റാ അർആഹു ഇസ്താന ഇന്ന ഇലാ റബ്ബിക റുജ്അ. ഞങ്ങൾക്ക് മാത്രം പോന്നവരാണെന്നും ഞങ്ങൾ ജയിക്കാൻ ആരുമില്ലെന്നും ഏത് വിഭാഗത്തിന് തോന്നിപ്പോയാലും അവരെന്തായി മാറും? ഇന്നൽ ഇൻസാൻ ലയത്വാ, പിന്നെ തോയാനായിരിക്കും ഉണ്ടാവുക, അതിക്രമങ്ങളായിരിക്കും ഉണ്ടാവുക, അരാജകത്വമായിരിക്കും ഉണ്ടാവുക. പിന്നെയും അവർക്ക് തോന്നിയതൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഇന്ന ഇലാ റബ്ബിക റുജ്അ എന്ന ബോധമുണ്ടാകണം നമുക്ക്. മനുഷ്യന്മാരായാൽ അങ്ങനെ ഉണ്ടാവണം. മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ കുതന്ത്രം മെനയുന്ന അവസ്ഥയുണ്ടാകും. നേരത്തെ കേട്ട നശിപ്പിക്കപ്പെട്ടൊരു ജനതയുണ്ടല്ലോ, അവരെ നശിപ്പിക്കാനുള്ള കാരണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇസ്തിക്ബാറൻ ഫിൽ അർള്, ഭൂമിയിൽ ഇങ്ങനെ അഹങ്കാരം നടിച്ചതിന്റെ പേരിലാണത്. വമക്ര സയ്യ്, എത്ര ഹീനമായ തന്ത്രങ്ങളാണ് അവർ പയറ്റിയത്. വലാ യഹീഖുൽ മക്ർ അസ്സയ്യി ഇല്ലാ ബിഅഹ്ലിഹി, കുടില തന്ത്രങ്ങൾ, മ്ലേച്ഛമായ തന്ത്രങ്ങൾ ആരാണോ ആ തന്ത്രം പ്രയോഗിക്കുന്നത് അവരിലേക്ക് തിരിച്ചു വരാതിരിക്കുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ഫഹൽ യൻദുറൂൻ ഇല്ലാ സുന്നത്തൽ അവ്വലീൻ. അതിനാൽ മുൻഗാമികൾക്കുണ്ടായ ദുരന്തത്തെയല്ലാതെ മറ്റെന്താണ് അവർക്ക് കാത്തിരിക്കാനുള്ളത്? ഇനിയും ലോകാവസാനം വരെയുള്ള ആളുകൾ ഈ ആയത്തുകൾ ഓതണം. ഇന്നലെ ഏതോ ഒരു വിഭാഗത്തിന് ഇറങ്ങിയതായി ഇന്നായി തോന്നുമ്പോ എനിക്കും നിങ്ങൾക്കും തോന്നും അതാണ് ഖുർആനിന്റെ ഇജാസുൽ ഖുർആൻ. മറ്റുള്ള ആളുകൾക്കൊക്കെ ഇറങ്ങിയ, മുൻകാലക്കാരായ ആളുകൾക്ക് ഇറങ്ങിയ ശിക്ഷകൾ, പരീക്ഷണങ്ങൾ, ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ മറ്റെന്താണ് അവർ കാത്തിരിക്കുന്നത്? ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അല്ലാഹുവിന്റെ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിൽ മാറ്റം വരുത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മാറ്റം വരുമെന്നാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇല്ല, അല്ലാഹു മാറ്റം വരുത്തുകയില്ല. ആദ് സമുദായത്തെ കുറിച്ച് അവർ കിബറന്മാരായി
ബിഗൈരിൽ ഹഖ്, അതിനൊരു ന്യായവുമില്ല. എന്തിന്റെ പേരിലാണ് ഈ അഹങ്കാരം? അവർ പറഞ്ഞു തന്നറിയോ? വഖാലു മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ കെൽപ്പുള്ള ആളുകൾ എവിടെ? ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കാൾ മികച്ചു നിൽക്കുന്നത് എവിടെ? എന്നിട്ടൊരു തീ അണക്കാൻ 10 ദിവസം കൊണ്ട് സാധിക്കാത്ത ദുർബലത ലോകം കണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഞങ്ങളെക്കാൾ കേമന്മാരാരുണ്ട് എന്ന് ചോദിച്ചു. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അല്ലാഹുവല്ലേ പടച്ചു വിട്ടത്, ആ അല്ലാഹു ഇവരെക്കാൾ ശക്തരാണെന്ന് എന്തേ അവർ മറന്നു പോകുന്നത്? അവർ അതൊന്നും അറിയുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ, അവർ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയാണ്. അതുകൊണ്ട് ഒരു ജനതയെ, ഒരു നാഗരികതയെ, ഒരു സിവിലൈസേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന് വിധേയമാക്കണമെന്നോ എന്നോ തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ചില സംഗതികളുണ്ട്. വൈദാ അറദ്നാ അൻ നുഹ്ലിക ഖറയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ, നാം ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അതിലെ സുഗലോലുപരോട് കൽപ്പിക്കും. എന്ത്? ധിക്കാരം പ്രവർത്തിച്ചു തുടങ്ങും അവർ. അങ്ങനെ സുഖിയന്മാരും സുഗലോലുപന്മാരുമായി മാറും. സുഖിയന്മാരും സുഗലോലുപന്മാരുമായി മാറുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കുള്ള പതുക്കെ പതുക്കെയുള്ള നടന്നുകയറ്റമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. മറ്റുള്ള ആളുകൾ അങ്ങനെ തന്നെ ജീവിത ശൈലിയിൽ കോപ്പിയടിച്ച് നമ്മളും പതുക്കെ പതുക്കെ അള്ളാഹുവിന്റെ കിതാബ് പറഞ്ഞ ഈ ഒരു ക്വാളിറ്റി നേടിയെടുക്കുന്ന തിരക്കിലാണ്. ആഹ്ലാദിക്കണം, ആനന്ദിക്കണം, ആർമാദിക്കണം, മറ്റൊക്കെ മറന്നു പോവുകയാണ്. അതിനു വേണ്ടി പവിത്രമായ എന്തെല്ലാം സംഗതികളുണ്ടോ അതിനെയൊക്കെ നാശമാക്കണം. എന്നിട്ട് ഇങ്ങനെ ആസ്വാദനം. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കലാരൂപത്തിന്റെ പേരിൽ ഈ ആസ്വാദനങ്ങൾ കയറ്റി അയക്കപ്പെട്ട ആളുകൾ തിങ്ങി താമസിച്ച ഒരു പ്രദേശം. ആ പ്രദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകയായി ഇങ്ങനെ നിർത്തുകയാണ്. നോഹിന്റെ ജനവിഭാഗത്തിന് ശേഷം എത്രയെത്ര തലമുറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. നിന്റെ നാഥൻ തികഞ്ഞ ബോധമുള്ളവനാകുന്നു. തന്റെ ദാസന്മാരുടെ പാപങ്ങളെ കുറിച്ച് അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇടക്കിടക്ക് നമ്മൾ കാണാൻ വേണ്ടി, ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കുവാൻ വേണ്ടി, തിരുത്താൻ വേണ്ടി. ഇങ്ങനെ പോയാൽ ശരിയാകൂല. നരകം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സംവിധാനത്തെ കുറിച്ച് ആളുകൾ കളിയാക്കുകയായിരുന്നു. നരകമെന്നാൽ എന്താണെന്ന് ഇവർക്ക് എന്തറിയാം? നരകമെന്നത് ഒരു ഭരണാധികാരി വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന സംവിധാനത്തിന്റെ പേരല്ലെന്നും, തോന്യാസികളും ധിക്കാരികളുമായി ഇവിടെ ജീവിച്ചാൽ അവിടെ കിടന്ന് ശാശ്വതമായി വെന്തരിയേണ്ടി വരുമെന്ന വിശ്വാസത്തെ കളിയാക്കുന്ന ആളുകളെ അള്ളാഹു പാഠം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ ശ്രമിക്കണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖവാത്ത് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ ശിക്ഷകളെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും നന്നാക്കിയെടുക്കുവാനും ശ്രമിക്കണമെന്ന് ഒന്നുകൂടി എന്നെയും പിന്നെ നിങ്ങളെയും ഓർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദുരന്തമുഖത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകുമ്പോഴൊക്കെയും പരീക്ഷണ ഘട്ടങ്ങൾ തരണം ചെയ്യാൻ തയ്യാറാക്കുമ്പോഴൊക്കെയും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുമ്പോഴൊക്കെയും പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്, നിരപരാധികളായ ആളുകൾക്ക് മുമ്പിലുള്ള ദൈവിക ശിക്ഷ എന്നെന്തിനു പറയണം, എന്തിനു പറയാതിരിക്കണം എന്ന മറുചോദ്യത്തിന് ഉത്തരമുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പിന്നെ എന്താണിത്? പ്രവാചക പത്നിമാരായ 2 ആളുകൾ പ്രവാചകനോട് 2 സന്ദർഭങ്ങളിലായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല നബിയെ, അനുഹുലിക്,
വഫീന അസ്വാലിഹൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ ഞങ്ങൾ നശിപ്പിക്കപ്പെടും എന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രവാചകൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഉണ്ടാകും ഈ അറബികൾക്കിടയിൽ എന്ന് തോന്നിപ്പിക്കാവുന്ന രൂപത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഭാര്യമാർ ചോദിച്ചതാണ്. അപ്പം ഈ കൂട്ടത്തിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവൂലേ, മുഅ്മിനുകൾ ഉണ്ടാവൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറുപടി, ഇദാ ലഹറൽ ഖുബുസ്, മറ്റൊരു റിവായത്തിൽ ഇദാ കസുറൽ ഖുബുസ്, ഖുബുസ് അധികരിച്ചാൽ നാട്ടിൽ, അല്ലെങ്കിൽ അതിങ്ങനെ വ്യാപകമായാൽ, നോക്കുന്നിടത്തൊക്കെ ഖുബുസ് മാത്രം കാണുന്ന ഒരവസ്ഥയുണ്ടായാൽ, എന്താണ് ഈ ഖുബുസ്? അൽ ഫുസൂഖ് വൽ ഫുജൂർ വൽ മആസി, അള്ളാഹുവിനെ തീരെ അനുസരിക്കാതിരിക്കുക, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ചെവിക്കൊള്ളാതിരിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാതിരിക്കുക. കാഫിർ എന്ന വാക്കിന് അർത്ഥം അതാണ്. ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ, രണ്ട് നിലയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ കണ്ടിൽ നിന്നടിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ കണ്ടിൽ നിന്നടിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ശുക്രിനെയാണ് നമ്മൾ ഇബാദത്ത് എന്ന് ആയി തിരിച്ചു കൊടുക്കേണ്ടത്. ആ ഇബാദത്തുകൾ അള്ളാഹുവിന് ചെയ്യാതിരിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുകയും ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഉള്ളു തുറപ്പിക്കേണ്ട ചില സംഗതികളുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മികവിലാണ് ഇപ്പം ആളുകൾ അഹങ്കരിക്കാറ്, എല്ലാ ജനവിഭാഗവും. അങ്ങനെ അഹങ്കരിക്കുമ്പോൾ മനുഷ്യന്റെ പുരോഗതി എത്രമേൽ വലുതാണെങ്കിലും, എത്ര പുരോഗതി കൈവരിച്ചാലും, സാങ്കേതിക വിദ്യ കൊണ്ട് മനുഷ്യർക്ക് മറ്റുള്ളവരെ നശിപ്പിക്കാൻ സാധിച്ചാൽ തന്നെയും തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യയുടെ മികവ് പരിഹാരമല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്തള്ളിയിട്ടുണ്ട്. ഉണ്ടാക്കിയ സാങ്കേതിക വിദ്യയും അതുകൊണ്ട് കണ്ടുപിടുത്തങ്ങളുമാണത്. പക്ഷേ ജീവൻ നൽകുവാൻ സാധിക്കുന്നില്ല, ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ സാങ്കേതിക വിദ്യ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യരെ സഹായിക്കുകയില്ല. അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്ന സാധനത്തിന് കാത്തുകിടക്കുന്ന അവസ്ഥയുണ്ടാവണം. ബോംബിട്ട് മനുഷ്യരെ കൊല്ലാൻ കഴിയും, പക്ഷെ ബോംബ് കൊണ്ട് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന പാഠം മനുഷ്യൻ ഉൾക്കൊള്ളണം. മാരകമായ പ്രഹരശേഷിയുള്ള ആയുധ കൂമ്പാരങ്ങൾക്ക് മുകളിൽ അടയിരുന്നു കൊണ്ട് തങ്ങളുടെ നാട് അകപ്പെട്ട അഗ്നിഗോളത്തിന്റെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആകാതെ വിലപിക്കുന്ന അവസ്ഥ ലോകം കാണുകയാണ്. അപ്പോഴും ഈ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെയുണ്ട്. ഇതാണ് ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിന്നുള്ള സന്ദേശം. മനുഷ്യൻ എത്ര കഴിവുള്ളവനാണെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് മനുഷ്യൻ ദുർബലനാണ് എന്ന വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവാം. നമ്മൾക്ക് കഴിവുകൾ ഉണ്ടാവാം, അള്ളാഹ് തന്ന കഴിവുകളാണത്. പക്ഷെ നമ്മുടെ ദൗർബല്യം, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണെന്ന് വീമ്പ് പറഞ്ഞ ആളുകൾ, അഹങ്കരിച്ചിരുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന സാധനത്തിന്റെ പേരല്ല സ്വർഗം. ഒന്നുകൂടി, ഭൂമിയിൽ ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാധനമാണ് നരകം എന്നത്. ഞാനങ്ങോട്ട് നരകമാക്കി കളയാമെന്ന് ആര് പറഞ്ഞാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പിടികൂടാതിരിക്കുകയില്ല. നോ സിസ്ഫെയർ, നോ കോംപ്രമൈസ്, നോ ഫോർഗിവ്നെസ് എന്നെത്ര വലിയ ആളുകളായാലും ശരി ആരെക്കുറിച്ചും പറഞ്ഞുകൂടാ. കരയിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്തിന്റെ മുമ്പിൽ കാണിച്ച് ഈ വലിയ ധിക്കാരത്തിന് ലോകത്തിന്റെ മുമ്പിൽ എല്ലാവരും കാണെ കരയിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും. ഈ അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുരന്തമാണ്. അതിനനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ള ആശ്വാസത്തിന് വേണ്ടിയുള്ള മനസ്സ് വിശ്വാസികളായ ആളുകൾ എക്കാലത്തും വെച്ചു പുലർത്തിയിട്ടുണ്ട്. ദുരന്ത ഭൂമിയിൽ നന്നായി മാതൃകാപരമായി മുസ്ലിം ഉമ്മത്തിന്റെ ആളുകൾ കൃത്യമായി റീഹാബിലിറ്റേഷൻ വർക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ മുക്തി ലഭിക്കണം അവർക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. എന്നാൽ
ആ രാജ്യത്തോട് ഈ സന്ദർഭത്തിൽ ചിലതൊക്കെ ബാക്കിയുള്ളവർക്ക് പറയാനുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അധർമ്മത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. നിങ്ങളുടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് തന്നെ അനീതിയുടെ മേലാണ്. അത് നിലനിൽക്കുന്നത് അക്രമവും കൊള്ളയും കൊലപാതകവും നടത്തിക്കൊണ്ടാണ്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ തിന്മകളും ആ ഭരണകൂടത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് അവയ്ക്ക് മേൽ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചരിത്രത്തിലെ ഈ ദുശ്ശേരികളെല്ലാം തിരുത്തണം. ഭൂമിയിൽ സമാധാനവും നീതിയും പുലരാൻ നിങ്ങളുടെ വീറ്റോ പവർ നിങ്ങൾ വിനിയോഗിക്കണം. ഭൂമിയിൽ സമാധാനമുണ്ടാക്കാനാണ് ആ രാജ്യം ആ പവർ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഭരണകൂടം അതിന് തയ്യാറല്ല എങ്കിൽ പ്രിയപ്പെട്ട അമേരിക്കക്കാരെ, അവരെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യാൻ നിങ്ങളുടെ പോരാട്ടത്തിന്റെ വീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ധർമ്മവും നീതിയും സത്യവും സ്ഥാപിച്ചുകൊണ്ടല്ലാതെ ഈ പ്രകൃതി വ്യവസ്ഥയെ അതിന്റെ താളത്തിൽ നിലനിർത്താൻ ലോകത്താർക്കും കഴിയില്ല എന്ന വലിയ പാഠം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്നൊരു ആശയത്തിലേക്ക് മനുഷ്യൻ പതുക്കെ പതുക്കെ വിനയത്തോടെ വന്നു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിനയാന്വിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് എടുക്കുന്നത്. അതിൽ സംഭാവന അർപ്പിക്കണം എന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ, അതിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തരുന്ന മുന്നറിയിപ്പുകളെ കണ്ടില്ലെന്നടിക്കാതെ, അല്ലെങ്കിൽ അതിനെയും വ്യാഖ്യാനിച്ചൊപ്പിക്കാതെ, അതിൻ്റെ ഗൗരവം ചോർത്തിക്കളയാതെ നന്നായി ഉൾക്കൊള്ളുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ, നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാനെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ നടമാടുന്ന വ്യാപകമായി കൊണ്ടിരിക്കുന്ന തോന്യാസത്തിന്റെ ഫലമായി നീ ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ ജനവിഭാഗത്തെ പരീക്ഷണത്തിന് വിധേയമാക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കഷ്ടപ്പാടുകൾ നീക്കിത്തരണമേ തമ്പുരാനെ. സമാധാനപൂർണമായ ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നേരത്തെ മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികമായി തീറ്റുന്ന ആളുകൾക്ക് നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات